എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. ശരണം വിളികളാൽ ഭക്തിസാന്ദ്രമായ ഈ വൃശ്ചികം തുടങ്ങിയുള്ള മണ്ഡലമാസകാലത്ത് ശബരിമലയിൽ അയ്യപ്പനെ ദർശിക്കുക വഴി ഉണ്ടാകുന്ന ഫലസിദ്ധിയെപ്പറ്റിയും അതുപോലെ തന്നെ അയ്യപ്പന് പ്രീതികരമായ സാധാരണക്കാർക്ക് ജപിക്കാവുന്ന ചില അയ്യപ്പ മന്ത്രങ്ങളെ പറ്റിയുമൊക്കെ പറയുവാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഈ ഒരു വീഡിയോയിൽ ഇപ്പോഴത്തെ ഗ്രഹചാര ഫല പ്രകാരം ശബരിമല ക്ഷേത്ര ദർശനം ഏറ്റവും ആവശ്യമായിട്ട് വേണ്ട നക്ഷത്ര ജാതരെ പറ്റി കൂടി പറയുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പാപഗ്രഹങ്ങളിൽ പ്രഥമ സ്ഥാനമുള്ള ശനീശ്വരനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ഈ ശനിദോഷങ്ങളിൽ നിന്നൊക്കെ കണ്ടകശനി, ഏഴാണ്ടശനി, അഷ്ടമശനി തുടങ്ങിയ ശനിദോഷ കാലങ്ങളിലും ശനിദശ അനുഭവിക്കുന്നവർക്കും ഇങ്ങനെ ഒരു ശബരിമല ക്ഷേത്ര ദർശനം നടത്തി വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ശനിയുടെ അതിദേവനാണ് ശാസ്താവ്. എന്നാൽ തന്നെ ഈ ഒരു ശനിദോഷത്തിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ശബരിമല ദർശനം മാത്രം മതിയാകും എന്നറിയണം. കലിയുഗനാഥനായ അയ്യപ്പൻ കലിയുഗത്തിലുണ്ടാകുന്ന സകല ദുരിതങ്ങളിലെയും നിവാരണം ചെയ്യുവാൻ ഇങ്ങനെ ശാസ്താവിനെ പൂജിക്കുക തന്നെയാണ് പോംവഴിയായിട്ടുള്ളത്. ഒരു ശബരിമല ക്ഷേത്ര ദർശനം നടത്തി വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഈ ശാസ്താവിന് നീരാഞ്ജനം, നെയ്വിളക്ക്, ശാസ്താസൂക്ത പുഷ്പാഞ്ജലി, ശബരിമലയിൽ നെയ്യഭിഷേകം, ഭസ്മാഭിഷേകം, സമർപ്പണത്തോടെ മണ്ഡലകാല വ്രതമെടുത്തുള്ള ശബരിമല ദർശനം, അവിടെ നീരാഞ്ജനം നടത്തുകയും ഒക്കെ ചെയ്ത് അയ്യപ്പനെ പ്രീതിപ്പെടുത്തുകയും അയ്യപ്പൻ്റെ അനുഗ്രഹം നേടുകയും ചെയ്താൽ ശനിദോഷത്തിൽ നിന്ന് മുക്തി നേടാം എന്ന് തന്നെയാണ് അറിയേണ്ടത്. ഇനി ശാസ്താവിനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് പ്രധാനമായിട്ടും അത്ഭുത ശക്തിയുള്ള ചില അയ്യപ്പ മന്ത്രങ്ങളുണ്ട്. അതിനെപ്പറ്റി കൂടി പറയാമെന്ന് വിചാരിക്കുന്നു. അത്ഭുത സിദ്ധിയുള്ള ഈ നിരവധി അയ്യപ്പ മന്ത്രങ്ങളിൽ നിത്യം ജപിക്കാവുന്നതും കാലാനുസൃതമായി ജപിക്കാവുന്നതുമായ സാധാരണക്കാർക്ക് ജപിക്കാവുന്ന ചില മന്ത്രങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ഇഷ്ടസിദ്ധിക്ക് ഒരു ഭൂതനാഥ മന്ത്രം ഉണ്ട്. അത് ഏവർക്കും ജപിക്കാവുന്നതാണ്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രതുഭ്യം നമോ നമ. നിത്യജപത്തിന് ഈ മന്ത്രം ഉത്തമമാണ്. രാവിലെയും വൈകിട്ടും 36 വീതം ജപിക്കണം. നെയ്വിളക്ക് കൊളുത്തി വെച്ച് അതിനു മുമ്പിലിരുന്ന് വേണം ജപിക്കാൻ. അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ദർശനവേളയിൽ ഈ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. തടസ്സങ്ങൾ മാറി ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്ക് ഈ മന്ത്രം പ്രയോജനപ്പെടും. ശനിയാഴ്ച ജപം ആരംഭിക്കാം. ഇനി വിദ്യാവിജയത്തിനുമുണ്ട് അയ്യപ്പ മന്ത്രം. വിദ്യാവിജയത്തിന് ത്രിവേദ മന്ത്രമാണ് ഉപദേശിക്കാറുള്ളത്. ഓം ഭൂതനാഥായ നമ, ഓം ജരവന്തായ നമ, ഓം ഭവപുത്രായ നമ എന്നീ മന്ത്രങ്ങൾ നിത്യേന 2 നേരവും 18 വീതം ജപിക്കണം. ഇത് വിദ്യാസംബന്ധമായ അലസതകൾ മാറ്റി ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകും. 41 ദിവസത്തെ ജപം കൊണ്ട് തന്നെ അത്ഭുതകരമായ മാറ്റം വരുമെന്നാണ് അനുഭവസാക്ഷ്യം. പിന്നെ ധനലബ്ധിക്ക് ഷഡ്രൂപ മന്ത്രമുണ്ട്. അതിനെപ്പറ്റി പറയാം. ഓം ഹരിഹരപുത്രായ നമ, ഓം ഹയാരൂഢായ നമ, ഓം വേദവന്ദിതായ നമ, ഓം ത്രിശക്തിധരായ നമ, ഓം മനോഹര വേഷധാരിണേ നമ, ഓം ജ്ഞാനദായിനേ നമ എന്ന ഈ 6 മന്ത്രങ്ങൾ 2 നേരവും 6 പ്രാവശ്യം വീതം 21 ദിവസം ജപിക്കണം. ശനിയാഴ്ചയാണ് ആരംഭിക്കേണ്ടത്. ഇങ്ങനെ 21 ദിവസം വീതം 3 മാസം ജപിക്കണം. ദാരിദ്ര്യം മാറി അത്ഭുതകരമായ ധനലബ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. പിന്നെ ഇനി അടുത്തത് കർമ്മവിജയത്തിന് ഭൂതേശ്വര മന്ത്രമാണ് ജപിക്കേണ്ടത്. ഓം ഘ്രും നമപരായ ഗോപ്ത്രേ ഭൂതനാഥായ സ്വാഹ, ഓം ഘ്രും പരമാത്മനെ ചിന്മയായ നമ, ഓം ഘ്രും യോഗാനന്ദായ ചേതോഹാരിണേ നമ, ഓം ഘ്രും പ്രമോദാനന്ദ നിർമ്മലാത്മനെ വാഗീശായ നമ, ഓം ഘ്രും നിയുക്ത തൈജസേ നിർമ്മലായ നമ, ഓം ഘ്രും വായുമോഹിനെ അചഞ്ചലായ നമ, ഓം ഘ്രും ശത്രുസംഹാരിണേ ഹയാരൂഢായ നമ. ഈ 7 മന്ത്രങ്ങൾ 12 വീതം 2 നേരവും 21 ദിവസം മുടങ്ങാതെ ജപിക്കണം. തൊഴിൽ രംഗത്ത് വിജയിക്കും. തൊഴിലില്ലാത്തവർക്ക് അനുയോജ്യമായ തൊഴിൽ ലഭിക്കും. തൊഴിൽ സംബന്ധമായ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടും. ഇനി കലാരംഗത്തുള്ളവരും വിഷമിക്കേണ്ട. അവർക്ക് കലാമികവിനും മന്ത്രമുണ്ട്. ശാസ്താവിനെ തന്നെ ആശ്രയിക്കാവുന്നതാണ്. ഓം പ്രഭാപതയെ നമ, ഓം ഗൃഹസ്ഥായ നമ, ഓം ചമൽക്കാരായ നമ, ഓം വേദമാർഗരതായ നമ, ഓം നൃത്തപ്രിയായ നമ, ഓം ലാസ്യായ നമ, ഓം പ്രയുക്തരൂപിണേ നമ, ഓം പ്രണവാകാരായ നമ, ഓം ശിവപുത്രായ നമ, ഓം ഹാരാലങ്കൃതായ നമ, ഓം തന്ത്രശാസ്ത്ര പ്രകർഷിതായ നമ, ഓം മഞ്ജുകേശായ നമ, ഓം മയൂരപ്രിയായ നമ, ഓം വൈഖാനഹായ നമ, ഓം രാശയേ നമ, ഓം പുഷ്പധാരിണേ നമ, ഓം ഉന്നതായ നമ, ഓം നാദാത്മനേ നമ, ഓം കുണ്ടലീ ശക്തയേ നമ, ഓം ഋതുഭേദായ നമ, ഓം ദീപഘോഷായ നമ. ഈ മന്ത്രങ്ങളും 2 നേരവും 12 പ്രാവശ്യം വീതം ജപിക്കണം. കലാരംഗത്ത് അസൂയാവഹമായ നേട്ടം തന്നെ നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയും.
അംഗീകാരവും കലാമികവും ഉണ്ടാകും. ഇനി ദാമ്പത്യ ഭദ്രതയ്ക്ക് വേണ്ട ശാസ്താമന്ത്രങ്ങളെ പറ്റി പറയാം. അതായത് 7ാം ഭാവം മകരം, ശനിയുടെ ക്ഷേത്രങ്ങളായ മകരം രാശിയോ കുംഭം രാശിയോ ആവുകയും ഏതെങ്കിലും രീതിയിൽ ശനി 7ാം ഭാവവുമായി ബന്ധപ്പെടുകയും അതുപോലെ തന്നെ ഈ ഒരു ചാരവശാൽ 7ൽ ശനി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ശനീശ്വര പ്രീതി വരുത്തുവാനായിട്ട് ശാസ്താവിനെ ഭജിക്കേണ്ട ആവശ്യമുണ്ട്. ആ ഒരു ശാസ്താമന്ത്രത്തെ പറ്റി പറയാം. ശബരിമല ശാസ്താവിനെയല്ല, ഇങ്ങനെയൊരു ദാമ്പത്യ ഭദ്രതയ്ക്ക് നമ്മൾ വണങ്ങേണ്ടത് ഗൃഹസ്ഥനായ ശാസ്താവിനെയാണ് നമ്മൾ വണങ്ങേണ്ടതെന്നറിയുക. അപ്പോൾ അതിൽ ദാമ്പത്യ ഭദ്രതയ്ക്കുള്ള, അതായത് ശബരിമല ശാസ്താവിന് ബ്രഹ്മചാരിയാണല്ലോ, അദ്ദേഹത്തിനോട് ചെന്ന് ദാമ്പത്യ ഭദ്രതയ്ക്ക് ഈ ഒരു മന്ത്രം ജപിച്ച് പറയേണ്ട കാര്യമല്ല പറയേണ്ടത്. ഇത് പൂർണ്ണ പുഷ്കല സമേതനായിരിക്കുന്ന ശാസ്താക്ഷേത്രങ്ങളിൽ വേണം ഈ ഒരു ദാമ്പത്യ ഭദ്രതയ്ക്കുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കേണ്ടത്. ഓം ക്ലീം കാരരൂപായ ക്രും നമപരായ രൂപായ ഹും നമ. ഓം ഭൈരവാകാരായ ക്രും ക്രും ശശിരൂപിണേ നമ. ഓം വശ്യരൂപായ ശാന്തായ മയൂരേശായ ക്ലിം ഹ്രീം ഹും നമ. ഓം ജ്ഞാനരൂപായ നിത്യായ വിമോഹായ നമോ നമ. ഓം ബ്രഹ്മജ്ഞാനായ രൂപായ ശശിമാർഗരതായ നമ. ഓം പ്രഭാവതയെ നിത്യായ പരമായ ക്രൂം നമോ നമ. ഓം ചിന്താശക്തിയെ യോഗായ യോഗീശായ ബ്രഹ്മനിഷ്ഠായ നമ. ഓം മൗലികേശായ കിരീടാതിഭൂഷണായ ശശിരൂപിണേ നമ. ഓം കുണ്ടലീ ശക്തിധാരിണേ പരമരൂപ പ്രകാശിതായ ഹ്രീം നമ. ഓം ദീപചൈതന്യധാരകായ ബ്രഹ്മജ്യോതിസേ നമ. ഓം പ്രശോഭിതഗാത്രായ ചിന്മയായ നമ. ഓം ജ്ഞാനമാർഗായ ദക്ഷായ ശശിരൂപായ ഹ്രീം ഹ്രൂം നമ. ഈ 12 മന്ത്രങ്ങളും 2 നേരവും 8 പ്രാവശ്യം വീതം ജപിക്കുക. 21 ദിവസം ജപിക്കണം. ദാമ്പത്യകലഹം മാറും, മാതൃകാപരമായ കുടുംബജീവിതം നയിക്കാനുമാകും. ഇനി ശനിദോഷം അകറ്റാൻ പ്രശസ്തമായ മൂലമന്ത്രം തന്നെ ജപിക്കണം. അത് ഓം ക്രൂം നമപരായ ഗോപ്ത്രേ എന്ന മന്ത്രം ശനിഗ്രഹ സംബന്ധമായ ദോഷങ്ങൾ മാറ്റാൻ ഏറ്റവും നല്ലതാണ്. വലിയ കഷ്ടപ്പാടുകൾ പോലും മാറും. 2 നേരവും 108 വീതമോ 36 വീതമോ ജപിക്കാം. 41 ദിവസം മുടങ്ങാതെ ജപിക്കണം. ഗുരുപദേശം കിട്ടി ചൊല്ലിയാൽ ഏറ്റവും നന്നായി തന്നെ ഇതൊക്കെ ചൊല്ലുവാനും കഴിയും. ഞാനിതെല്ലാം ഇവിടെ എഴുതി പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് ശനിദോഷം അകറ്റുവാനും ശനീശ്വരനെ പ്രീതിപ്പെടുത്തുവാനുമായിട്ടുള്ള ശാസ്താമന്ത്രങ്ങൾ. ഈ ശനീശ്വര പ്രീതിക്ക് ശനിയാഴ്ച വ്രതം പാലിക്കുക, അയ്യപ്പ ക്ഷേത്ര ദർശനം ചെയ്യുക, നവഗ്രഹ പൂജയോ ശനീശ്വര പൂജയോ ചെയ്യുക, അയ്യപ്പ യന്ത്രം ഏലസ് ധരിക്കുക, അയ്യപ്പ മൂലമന്ത്രം ദിവസവും അല്പമെങ്കിലും കുറച്ചെങ്കിലും ജപിക്കുക. ഇനിയിപ്പോൾ പ്രധാനമായിട്ടും ഏതൊക്കെ രാശിജാതർക്കാണ് ഇങ്ങനെ ശനീശ്വരൻ്റെ ദോഷം കുറയ്ക്കുവാനായിട്ട് ശബരിമല ക്ഷേത്ര ദർശനത്തിൻ്റെ ആവശ്യമെന്ന് നോക്കാം. അതായത് ഇപ്പോൾ കണ്ടക ശനി ദോഷം അനുഭവിക്കുന്ന മിഥുനം, കന്നി, ധനുക്കൂറിൽപ്പെട്ട നക്ഷത്ര ജാതർക്ക് നിർബന്ധമായിട്ടും ശബരിമല ക്ഷേത്ര ദർശനം വഴി ശനീശ്വരൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ കഴിയും. അതായത് മിഥുനക്കൂറിൽപ്പെട്ട മകയിരം 3, 4 പാദം നക്ഷത്ര ജാതർക്കും തിരുവാതിര, പുണർദം 1, 2, 3 നക്ഷത്ര പാദർക്കുമാണ് അവരുടെ 10ാം ഭാവത്തിൽ, അതായത് തൊഴിൽ ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ശബരിമല ക്ഷേത്ര ദർശനം വഴി ശാസ്താവിനെ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ ഇനിയൊരു തൊഴിൽപരമായ ക്ലേശങ്ങൾക്കൊക്കെ ഒരു കുറവ് വരുമെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇനി കന്നിക്കൂറിൽപ്പെട്ട ഉത്രം 2, 3, 4 പാദം നക്ഷത്ര ജാതർക്കും അത്തം, ചിത്തിര 1, 2 പാദം നക്ഷത്ര ജാതർക്കും ശനി അവരുടെ 7ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 7ാം ഭാവം എന്ന് പറയുമ്പോൾ അത് നിവൃത്തി സ്ഥാനമാണ്. അപ്പോൾ അവരുടെ പങ്കാളികൾക്കും ഒക്കെയാണ് ദോഷം അനുഭവിക്കുന്നത്. ബിസിനസ് പങ്കാളികളായാലും ജീവിത പങ്കാളികളായാലും ഒക്കെ അവരെ കൊണ്ടുള്ള ദോഷവും അവർക്കും ഒക്കെ ദോഷത്തിനൊക്കെയുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവരും ഈ ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുവാനായിട്ട് ശബരിമല ശാസ്താവിനെ ദർശിക്കുവാൻ അത് നന്നായിരിക്കും. വേണ്ട വഴിപാടുകളുമൊക്കെ നടത്തി അവരുടെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുക. പിന്നെ ഇനി ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം 1ാം പാദം നക്ഷത്ര ജാതർക്ക് അവർക്ക് ശനി അവരുടെ 4ാം ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സുഖത്തിന് കുറച്ച് കുറവുണ്ടായിരിക്കേണ്ട സമയമാണ്. എന്നാൽ ബന്ധുക്കൾക്കും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ ഇവരും ദോഷകാഠിന്യം കുറയ്ക്കുവാനായിട്ട് ശബരിമല ക്ഷേത്രം ദർശനം നടത്തുക വഴി ശനീശ്വരനെ പ്രീതിപ്പെടുത്തുവാനും ശാസ്താവിനെ പ്രീതിപ്പെടുത്തുന്നത് വഴി ശനീശ്വര പ്രീതി ഉണ്ടാവും എന്നുള്ളതും മനസ്സിലാക്കുക. പിന്നെ ഇനി പ്രധാനമായിട്ടും 7ാണ്ട ശനി അനുഭവിക്കുന്ന അവരുടെ ദോഷകാഠിന്യം കുറയ്ക്കുവാനായിട്ട്
ശനീശ്വരന് ശബരിമല ക്ഷേത്ര ദർശനം നടത്തുന്നത് നന്നായിരിക്കും. അതായത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 3, 4 പാദം നക്ഷത്ര ജാതർക്കും ചതയം പൂരിട്ടാതി 1, 2, 3 നക്ഷത്ര ജാതർക്കും അവർക്ക് ഏഴാണ്ടശനിയുടെ അവസാന കാലഘട്ടമാണ്. അവർക്ക് ചിലവ് അധികരിക്കുവാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഇവർ ദോഷകാഠിന്യം കുറയ്ക്കുവാനായിട്ട് ശനീശ്വരൻ്റെ പ്രീതി കിട്ടുവാനുമായിട്ട് ശാസ്താക്ഷേത്ര ദർശനവും ശബരിമല ക്ഷേത്ര ദർശനവും ഒക്കെ നടത്തുന്നത് നന്നായിരിക്കും. പിന്നെ ഏഴാണ്ട ശനിയിൽപ്പെട്ട മീനക്കൂറിൽപ്പെട്ട നക്ഷത്ര ജാതരുടെ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ അവർ, അതായത് പൂരിട്ടാതി 4 പാദം, ഉത്രട്ടാതി, രേവതി തുടങ്ങിയ നക്ഷത്ര ജാതർക്ക് അവരുടെ ജന്മത്തിലാണ് ശനി. അതുകൊണ്ട് തന്നെ ശാരീരിക ക്ലേശത്തിനും ആരോഗ്യം മോശമാകാനുമൊക്കെ ഉള്ളൊരു സാധ്യത കണക്കിലെടുത്ത് അവരും ശനീശ്വരനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ശബരിമല ക്ഷേത്ര ദർശനം നടത്തുന്നത് നന്നായിരിക്കും. പിന്നെ ഇനി മറ്റൊരു ഏഴാണ്ട ശനി അനുഭവിക്കുന്ന നക്ഷത്ര ജാതരാണ് മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക 1 പാദം നക്ഷത്ര ജാതർക്ക്. ഇവർക്ക് ഏഴാണ്ട ശനിയുടെ ആ തുടക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ 12ലാണ് ശനി. അവർക്കും അപ്രതീക്ഷിതമായ ചിലവൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ആദിയും അപകടവും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉള്ളതിനാൽ അവർക്ക് ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുവാനായിട്ട് ശബരിമല ക്ഷേത്ര ദർശനം നടത്തുന്നത് നന്നായിരിക്കും. പിന്നെ അഷ്ടമശനി അനുഭവിക്കുന്ന ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം 1 പാദം നക്ഷത്ര ജാതർക്കും ആരോഗ്യകാര്യത്തിലൊക്കെ മനപ്രയാസത്തിനൊക്കെ ചില പ്രശ്നങ്ങൾക്കും ഒക്കെ ഉണ്ടായതിനാൽ അവരും അവരുടെ മാനസിക പിരിമുറുക്കം ഒക്കെ കുറയ്ക്കുവാനും ആരോഗ്യം തൃപ്തികരമാക്കുവാനുമൊക്കെ വേണ്ടിയിട്ടും ശബരിമല ക്ഷേത്ര ദർശനം നടത്തുന്നത് നന്നായിരിക്കും. ഇവരൊക്കെ ശബരിമല ക്ഷേത്ര ദർശനം നടത്തി അവരുടെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എല്ലാവർക്കും ശബരിമല അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഉപയോഗപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.